ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉത്തര, എനിക്കവിടെ നിർബന്ധമായിട്ട് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ അവർ ഒപ്പിട്ട് തന്ന ഈ എഗ്രിമെന്റ് മാത്രം മതിയായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു പോന്നു. വൈ? പറഞ്ഞത് മനസ്സിലായില്ലേ സ്വാമി? ഞങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ നോക്കുന്ന ഒരാള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം. വിളിച്ചിറക്കി കൊണ്ടുപോ. നിങ്ങൾ പ്രശ്നങ്ങൾ വെറുതെ വഷളാക്കുക. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടെടുക്കേണ്ടി വരും. ഞങ്ങളത് നേരിടും സ്വാമി. ഒരു കുടുംബത്തെ താമസിപ്പിക്കാൻ കൊണ്ടുവരുമ്പോ അല്പം അന്തസ്സുള്ള ഒരുത്തിനെ ചുമന്നുകൊണ്ട് വരണം. ചതിക്കാനും കൊല്ലാനും മടിയില്ലാത്ത ഒരു ക്രിമിനലിനെ അല്ല കൊണ്ടുവരേണ്ടത്. സ്വാമി, ലോണിന്റെ ബാധ്യത വേറെ, കുടുംബത്തിന്റെ അഭിമാനം വേറെ. സ്വാമി ഇറങ്ങാൻ തയ്യാറല്ലെങ്കിൽ പണ്ടിയുടെ ചിലരൊക്കെ തല്ലിയിറക്കിയതിന്റെ ശീലമുണ്ട്. അതുപോലെ വല്ലതും ചെയ്യേണ്ടി വരും. തന്റെ ഈ കൊലച്ചിരി ഉണ്ടല്ലോ ജയ, ഞങ്ങളെയൊക്കെ ജീവനോടെ വിഴുങ്ങിക്കളയാന്നുള്ള ചിരി, അത് ഞങ്ങൾ സമ്മതിച്ചറില്ല. താൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ഞങ്ങൾക്കെതിരെയുള്ള നടപടിയെടുക്കുക. അതാ നല്ലത്. പിടിച്ച് പുറത്താക്കിവനെ ഹരി. ജയ, എന്താ ചെയ്യേണ്ടത്? ഇറങ്ങി പോണം. സ്വാമി, സർ, നമുക്കെതിരെ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ വരുമ്പോ നമ്മൾ എന്താ സ്വാമി ചെയ്യാ? ഒതുങ്ങും. അവരുടെ ബലം കൂടുന്നതിനനുസരിച്ച് ഓടി ഒളിക്കും. ഇവരെല്ലാവരും സ്ട്രോങ്ങാ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് തോറ്റുകൊടുക്കാം. തൽക്കാലം. ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചിറക്കാനുള്ള അധികാരം എനിക്കുണ്ട്. പക്ഷെ അത് ഞാൻ പ്രയോഗിക്കുന്നില്ല. ബിക്കോസ് എനിക്കിവിടെ ഈ വീടിനകത്ത് തന്നെ താമസിക്കണം. ഇനി ഒരിക്കൽ ഞാൻ അതിനുവേണ്ടി വരുന്നത് ഈ വീടിനകത്തുള്ളവരുടെ ക്ഷണം അനുസരിച്ചായിരിക്കും. ഇതാരാ പറയുന്നെന്ന് ഓർത്തു വച്ചോ? ജയ. കേറിക്ക സ്വാമി. സ്വാമി എന്താ ഇങ്ങനെ നോക്കുന്നത്? വലിയ വലിയ വിജയങ്ങൾ കാണുന്ന പോലെ സുഖമാണ് സ്വാമി വൻ വീഴ്ചകളും കാണുന്നത്.
ജയർ അവർക്കൊപ്പം ചെന്ന് താമസിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നാൽ അവരത് നിഷേധിക്കുമെന്ന് എനിക്കറിയാം. ഹരിക്കും നിത്യയ്ക്കും സാമ്പത്തിക ക്ഷീണമുണ്ട്. പക്ഷേ അവരുടെ മാനസിക ബലം ജയർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ്. ഇനി എന്താ ജയർ പരിപാടി? ആലോചിക്കണം. കണ്ടോ കണ്ടോ, ഏത് കാര്യത്തിലും കൃത്യസമയത്ത് പ്രതിവിധി കാണുന്ന ജയാറിന്റെ തളർച്ച കണ്ട സ്വാമി. ഉത്തര, സാറിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ. സാറിന് അത് ഇഷ്ടപ്പെടുന്നില്ല, അതെനിക്കറിയാം. ഇഷ്ടപ്പെടണ്ട, അതിന് എനിക്കെന്താ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക് സ്വാമി. എപ്പോഴും ജയിക്കുന്ന ആളല്ലേ ജയാർ. ഒന്ന് തോറ്റു, ഒന്ന് വീണു, അത് അംഗീകരിക്കും. ഉത്തര, എനിക്കവിടെ നിർബന്ധമായിട്ട് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ അവർ ഒപ്പിട്ട് തന്ന ഈ എഗ്രിമെന്റ് മാത്രം മതിയായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു പോന്നു. വൈ? തിരിച്ചു പോരുമ്പോ ഞാൻ അവരോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. ഇനി ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നെ നേരിട്ട് ക്ഷണിക്കാതെ ആ വീട്ടിനകത്ത് ഞാൻ കാലുകുത്തില്ലാണ്. അങ്ങനെ ആര് വിളിക്കും? സുജാതയോ? നടന്നത് തന്നെ. പിന്നെ പഴയൊരു ബന്ധം വെച്ച് നിത്യയോ? നടക്കോ ജയർ? വേറെ ആരാ നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കുന്നത്? ഉത്തര, എന്റെ പേര് ജീവൻ രഘു എന്ന JR. അതിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം. ഇപ്പൊ തൽക്കാലം എന്നെ ക്ഷണിക്കാൻ ആരുമില്ല. പക്ഷെ JRന്റെ മുമ്പിൽ സമയമുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് ഉത്തരയ്ക്ക് ഞാൻ കാണിച്ചു തരാം. പോരെ? പ്ലീസ് ജയർ, ഇനി കൂടുതൽ വലിയ വർത്താനങ്ങളൊന്നും എടുത്തു വെക്കാൻ എന്റെ തലയിൽ ഇടയില്ല. ഇപ്പോഴത്തേക്ക് JR തോറ്റു, അത്രേ ഉള്ളു കാര്യം. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? കൊല്ലാൻ തോന്നുന്നുണ്ടോ? എന്താ സ്വാമി ഈ കുട്ടി ഇങ്ങനെ? തൽക്കാലം ഇല്ല. പക്ഷേ ഒരു കാലത്തുണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ പേടിക്കണം? പേടിക്കണം. എന്നെ പേടിക്കുന്നത് നല്ലതാ.